ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി പ്രത്യേക യോഗം ചേർന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കും. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ചാന്ദ്രദൌത്യം ആർടെമിസ് 2 ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തേക്കും. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം ഫെബ്രുവരി 13 അവസാനിച്ചിരുന്നു. കഴിഞ്ഞ മാസം 8 തുടങ്ങിയ രണ്ടാം ഘട്ടത്തിൽ ധനബിൽ 2026 പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി ഇന്നലെ പ്രത്യേക യോഗം ചേർന്നു. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ നടപടികൾ, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്വീകരിക്കേണ്ട ഭാവി പരിപാടികൾ എന്നിവ യോഗം അവലോകനം ചെയ്തു. ഈ വിഷയത്തിൽ ചേരുന്ന രണ്ടാമത്തെ യോഗമാണ് ഇത്. സംഘർഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ രാജ്യത്തെ സാധാരണക്കാരിൽ എത്താതിരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് 7 ദിവസം ബാക്കി നിൽക്കെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികൾ. ദേശീയ നേതാക്കളെ അടക്കം മണ്ഡലങ്ങളിൽ എത്തിച്ച് പ്രചാരണം ആവേശകരമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ശനിയാഴ്ച തിരുവനന്തപുരത്തും തിരുവല്ലയിലും എത്തും. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തുമെത്തും. UDFന്റെ പ്രകടന പത്രിക ഇന്ന് കൊച്ചിയിൽ പുറത്തിറക്കും. LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് പുറത്തിറക്കും. അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകന യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കൊപ്പം 282 കേന്ദ്ര നിരീക്ഷകരും ഓൺലൈനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. ഉത്സവാന്തരീക്ഷത്തിൽ സ്വതന്ത്രമായും നീതിയുക്തമായും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിരീക്ഷകർക്ക് നിർദ്ദേശം നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കണമെന്നും നിയമലംഘന പരാതികളുണ്ടായാൽ ഉടനടി നടപടിയെടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങളിലെയും ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ 9 വേതനത്തോടു കൂടിയ അവധി അനുവദിക്കണമെന്ന് ഉത്തരവിട്ട് സംസ്ഥാന ലേബർ കമ്മീഷണർ. ഈ അവധിയുടെ പേരിൽ തൊഴിലാളികളുടെ വേതനത്തിൽ കുറവ് വരുത്താൻ പാടില്ല. അവധി നൽകുന്നത് സാരമായ നഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്ന തരം തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി നൽകേണ്ടതാണ്. IT, പ്ലാന്റേഷൻ, നിർമ്മാണ മേഖലകൾക്കും ഉത്തരവ് ബാധകമാണ്. സംസ്ഥാനത്ത് ഉയർന്ന വേനൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കൂടുതൽ സമയം ചൂടേൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. പശ്ചിമബംഗാളിൽ എക്സിറ്റ് പോളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടി ദൃശ്യ മാധ്യമങ്ങൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കും. ഈ മാസം 29 വരെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് എക്സിറ്റ് പോളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില കൂട്ടി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 195 രൂപ 50 പൈസയുടെ വർധനയാണ് വരുത്തിയത്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. വിമാന ഇന്ധനത്തിന്റെ വിലയിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ രാജ്യത്ത് വിത്തിനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഖാരിഫ് വിളകൾക്കായി 185 ലക്ഷം ക്വിന്റലിലധികം വിത്ത് ശേഖരം ലഭ്യമാണ്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള വിവിധ രാസപദാർത്ഥങ്ങളും രാജ്യത്ത് മതിയായ തോതിലുണ്ടെന്ന് കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറി മനീന്ദർ കൌർ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
The next major input which goes into agriculture is fertilizer. The projection which has been done with the states in consultation with them is for an area coverage in this current kharif for 1391.71 lakh hectares of area, basing on which the requirement of fertilizer has been worked out, which would be 390.54 lakh metric ton, and 46% is already available as the opening stock for the current season. Sufficient quantity of agrochemicals are available. രാജ്യത്തെ അടുത്ത 2 മാസത്തേക്ക് വിതരണം ചെയ്യാൻ വേണ്ട ക്രൂഡ് ഓയിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. രാജ്യത്തെ റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇന്ധനക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. റഷ്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാസയുടെ ദശാബ്ദങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ചാന്ദ്രദൌത്യം ആർടെമിസ് 2 ഇന്ന് വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:54 സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിന്റെ വിക്ഷേപണം. വിശദാംശങ്ങളിലേക്ക്. 50 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ചന്ദ്രനെ ലക്ഷ്യമാക്കി മനുഷ്യരുമായി ഒരു പേടകം കുതിക്കുന്നത്. എന്നാൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദൌത്യത്തിൽ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങില്ല. പകരം ചന്ദ്രനെ വലം വെച്ച് തിരികെ വരും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ജെറമി ഹാൻസൺ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഭൂമിയിൽ നിന്ന് ഇതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത അത്രയും ദൂരത്തേക്ക് ഇവർ യാത്ര ചെയ്യും. ഇതിനു മുൻപ് മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ ദൌത്യങ്ങളിൽ പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ആർടെമിസ് 2-ൽ ഒരു വനിതയും അമേരിക്കക്കാരനല്ലാത്ത ഒരു സഞ്ചാരിയും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരു മിനി ബസിന്റെ വലിപ്പമുള്ള പേടകത്തിലാണ് യാത്ര. ബഹിരാകാശത്തെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ, നാവിഗേഷൻ, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഈ യാത്രയിൽ പരിശോധിക്കും. കൂടാതെ ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കും. കുരിശുമരണത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെയും സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. ക്രിസ്തീയ ഭവനങ്ങളിൽ ഇന്ന് വൈകുന്നേരം അപ്പമുറിക്കൽ ചടങ്ങുകൾ നടക്കും. കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ചയാണ് ഈസ്റ്റർ വന്നെത്തുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. ആതിഥേയരായ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 വിക്കറ്റിനാണ് ഡൽഹി കീഴടക്കിയത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ 141 എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് കളി. ഇന്ന് ഹനുമാൻ ജയന്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഹനുമാൻ ജയന്തി ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമായാണ് ഇന്ന് ഈ ദിവസം ആചരിക്കുന്നത്. ന്യൂഡൽഹി കനോട്ട് പ്ലേസിലെ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ ഹനുമാൻ ചാലിസ, സുന്ദരകാന്ഡം, അഖണ്ഡ രാമായണം എന്നിവയുടെ പാരായണവും നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇന്നലെയായിരുന്നു പള്ളിവേട്ട. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ ഇന്ന് വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെ അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പൈങ്കുനി ഉത്രം ഉത്സവവുമായി ബന്ധപ്പെട്ട 10 ദിവസം തുടർന്ന ചടങ്ങുകളും പൂജകളും പൂർത്തിയാക്കി ശബരിമല നട ഇന്നലെ രാത്രി 10-ന് അടച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി പ്രത്യേക യോഗം ചേർന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കും. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ചാന്ദ്രദൌത്യം ആർടെമിസ് 2 ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു.
IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.